ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ദീപക്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ഒരു പരിപാടി നടത്തുന്നത്. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേച്ചി. ചേച്ചിയുടെ പേര് ദിവ്യ എന്നാണ്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എൻ്റെ +2 വരെയുള്ള ജീവിതത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല. ആ സമയത്തൊന്നും ഞാനത്ര ലുക്കല്ലായിരുന്നു. +2 ഒക്കെ കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്താണ് അത്യാവശ്യം ലുക്കൊക്കെ വന്നത്. വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരെയുള്ളൊരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കോളേജിൽ ചെന്ന സമയത്തൊക്കെ ഞാനൊരു പഠിപ്പിസ്റ്റായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ആകെ 40 പേരാണ് ഉണ്ടായിരുന്നത്. പകുതി ഗേൾസും പകുതി ആണുങ്ങളും. ഗേൾസ് എല്ലാം നല്ല കിടുക്കാച്ചി ലുക്കാണ്. എന്നെക്കാളും നല്ല ലുക്കുള്ള ബോയ്സും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഗേൾസിൻ്റെ കൂട്ടത്തിൽ നല്ല ലുക്കുള്ള 3 പേര് ഉണ്ടായിരുന്നു. നിത്യ, ആദിത്യ, റീനു. അവരെല്ലാവരും നല്ല സാമ്പത്തികമുള്ള വീട്ടിലെയാണ്. ലുക്കും അതുപോലെ തന്നെ. കാണാൻ നല്ല മോഡൽസിനെ പോലെയാണ്. അവരുടെ വേഷങ്ങളും അതുപോലെയായിരുന്നു. ഒരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഞാൻ ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ 3 പേരും ക്ലാസ്സിൽ നല്ല ലുക്കുള്ള ആണുങ്ങളുമായിട്ടാണ് സംസാരിക്കത്തുള്ളൂ. ഇൻ്റർവെൽ സമയങ്ങളിലെല്ലാം അവന്മാരുടെ കൂടെ കളിച്ച് ചിരിച്ച് നടക്കുന്നത് പലപ്പോഴും അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് കോളേജിൽ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അജ്മലും സുബിനും. കോളേജ് പകുതിയായപ്പോഴത്തേക്കും ഞങ്ങൾ പതിയെ ബാക്ക് ബെഞ്ചേഴ്സായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ക്ലാസ്സിൽ അവന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സാറ് ദീപക് എന്ന് വിളിച്ചു. ഞാൻ പെട്ടെന്ന് എണീറ്റ് നിന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടുവെന്ന്. ക്വസ്റ്റ്യൻ കേട്ട് ഞാൻ നിന്ന് പരുങ്ങി. അത് കണ്ട് സാറ് പറഞ്ഞു, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇരിക്കവിടെ, നീയൊക്കെ പഠിക്കാൻ തന്നെയാണ് വരുന്നത്. ഞാൻ ചമ്മിയ മുഖവുമായി ഇരുന്നു. പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് അടക്കി പിടിച്ചൊരു ചിരി. ഞാൻ ആ സൈഡിലേക്ക് നോക്കി. നവ്യ ആണത്. ക്ലാസ്സിലെ പഠിപ്പിസ്റ്റാണ് നവ്യ. നേരത്തെ പറഞ്ഞ ആ 3 പെൺകുട്ടികളില്ലേ, അവരുടെ റൂംമേറ്റാണ്. പക്ഷേ നവ്യ അവരെ പോലെയൊന്നുമല്ല. എല്ലാത്തിലും നല്ല അടക്കവും ഒതുക്കവും എല്ലാമുണ്ട്. ഒരു പാവം കുട്ടിയാണ്. അവളെപ്പറ്റി പറയുകയാണെങ്കിൽ നാടൻ പെൺകുട്ടി, നാടൻ വേഷം, ഒരു കണ്ണടയും വെക്കും. വെളുത്ത് മെലിഞ്ഞ് നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടിയാണവൾ. മുൻവശവും പിറവശവും നിരന്ന റോഡാണ്. പേരിന് ഹമ്പുണ്ടെന്ന് മാത്രം. ആ 3 പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ബാക്കി പെൺകുട്ടികളെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഞാനും ഇവളെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ക്ലാസ് കഴിഞ്ഞ് ബ്രേക്ക് ആയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താണ് ഒരു ചിരിയൊക്കെ? അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, വെറുതെ ചിരിച്ചതാണ്. എന്നെ വഴക്കു പറയുന്നത് കേട്ടപ്പോൾ സന്തോഷമായല്ലേ, അതാണല്ലേ ചിരിച്ചത്? ഞാൻ ചോദിച്ചു. എൻ്റെ ചോദ്യം കേട്ട് പെട്ടെന്ന് അവളുടെ മുഖം മാറി, കണ്ണുകൾ കലങ്ങി. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവള് എന്തൊരു പാവമാണ്. അയ്യോ, എന്താ ഇത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ നോക്കി. എടോ സോറി, ഞാൻ വെറുതെ പറഞ്ഞതാ. താൻ കരയല്ലേ. താൻ എന്നെ നോക്കി എത്ര വേണേലും ചിരിച്ചോ. താനൊന്ന് കരയാതിരിക്കുമോ? ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് എന്ത് വേണേലും വാങ്ങിത്തരാം. അത് കേട്ടപ്പോൾ അവളുടെ കരച്ചിൽ ചിരിയായി മാറി. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായി. ഞങ്ങൾക്ക് എന്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം ഇഷ്ടമാണെന്ന് 2 പേർക്കും അറിയാം. പക്ഷേ 2 പേരും തുറന്ന് പറഞ്ഞിട്ടില്ല. സൺഡേ അവധിയാണ്. പഠിക്കാൻ താല്പര്യമുള്ള പിള്ളേർക്ക് സൺഡേ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാം. പല പിള്ളേരും വന്നിരുന്ന് പലതും പഠിക്കുന്നുണ്ട്. ഞങ്ങളും സൺഡേ വന്നിരുന്ന് പഠിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു സൺഡേ ഞങ്ങൾ 2 പേരും ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം, വെറുതെ കുറച്ചു നേരം സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, നിന്റെ മുമ്പിലുള്ള റോഡിൽ ചെറിയ ഹമ്പല്ലേ ഉള്ളൂ? നിന്റെ കൂട്ടുകാരികളുടെ മുമ്പിലുള്ള റോഡിൽ എന്ത് വലിയ ഹമ്പാണ്? നീ ഒന്ന് പോടാ, നീ അതൊക്കെ നോക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ നല്ല കൂട്ടല്ലേ, എങ്ങനെയുണ്ട് അവര്? അവളുമാർ എപ്പോഴും കൂട്ടുകാരന്മാരുടെ കൂടെ പഠിക്കാൻ പോയ കഥകളും പറഞ്ഞ് ഇരിപ്പാണ്. അവര് എന്നും പഠിക്കാൻ പോകുമോ? ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, പിന്നല്ലേ, എന്നും പോകും, എന്നും ഓരോരോ കഥകൾ കേൾക്കാം. ഒരു ദിവസം അവളുമാർ 2 പേരും കൂടെ അവിനാശിൻ്റെ കൂടെ പഠിക്കാൻ പോയായിരുന്നു. 3 പേരും ഒന്നിച്ച് പഠിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അവരെ പോലെ നമുക്കും പഠിച്ചാലും, ഞാൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ പതിയെ ബുക്ക് തുറന്ന് ഓരോ പേജുകളും മറിക്കാൻ തുടങ്ങി. അവൾ എൻ്റെ പേനയെടുത്ത് കയ്യിൽ പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ ആ പേന വാങ്ങി അവളുടെ ബുക്കിനുള്ളിൽ വെച്ചു. കുറച്ച് സമയങ്ങൾ കടന്നുപോയി. പേന ലീക്കായി, മഷി ബുക്കിനുള്ളിൽ എല്ലാമായി. കൂട്ടുകാരെ, നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.